ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കൻ വെച്ചിട്ട് ഇറച്ചിച്ചോറാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് കൂടെ എടുക്കണം. അരി കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു അരി ഒന്ന് കുതിർക്കാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. ഒരു 15 മിനിറ്റാണ് അരി ഒന്ന് കുതിർന്ന് വരേണ്ടത്. ഇനി ഞാനിവിടെ 3 സവാള നല്ലോണം കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി കൂടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ് വേണ്ടത്. ഞാനിവിടെ 3 പച്ചമുളകും 1 കുടം വെളുത്തുള്ളിയും വലിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചതച്ചിട്ട് എടുക്കാനുള്ളതാണ്. പിന്നെ ഈ ഒരു റൈസ് ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ഒരു റൈസ് ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, 2-3 കഷ്ണം പട്ട, ഒരു 2 ഏലക്ക, പിന്നെ 4-5 ഗ്രാമ്പുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ബേ ലീഫ് കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂത്തിട്ടൊക്കെ ഒന്ന് വരട്ടെ. ഇത് നല്ലോണം ഒന്ന് മൂത്ത് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സവാള ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴന്നിട്ടൊക്കെ എടുക്കണം. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ. അത് നമുക്കൊന്ന് വഴറ്റിയിട്ട് എടുക്കാനായിട്ട്. സവാള നല്ലോണം വഴന്ന് കിട്ടിയാലാണ് റൈസ് നല്ല ടേസ്റ്റൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതേ സവാള ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഉണ്ടല്ലോ, അതൊന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ ഒന്ന് വഴറ്റിയിട്ട് കൂടെ എടുക്കുക. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് പോണ വരയ്ക്ക് വേണം കേട്ടോ ഇതും കൂടെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാനായിട്ട്. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കുക. പിന്നെ നമ്മുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത്. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിത് മുഴുവനായിട്ട് ഇങ്ങനെ വഴറ്റി എടുക്കണ ഭാഗങ്ങളൊന്നും എടുക്കണില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോകും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പൊടികളുടെ പച്ചമണം പോകണ വരയ്ക്കൊന്ന് വഴറ്റിയിട്ട് കൂടെ എടുക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ വെക്കണൊക്കെ പോലെയൊക്കെ തന്നെയാണ്, പക്ഷേ അതിനേക്കാളും വളരെ ഈസിയാണ്. ഇതിൽ നമ്മൾ ഇറച്ചിയൊക്കെ പച്ചവടമൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ബിരിയാണി ആകുമ്പോൾ ഫ്രൈ ചെയ്തിട്ടൊക്കെ അല്ലേ നമ്മൾ കൂടുതലും ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ അതേ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തൈര് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളം ആണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ചിക്കൻ വേവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് പച്ചവെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കുകയൊന്നും ചെയ്യരുത്. നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ നമുക്കിത് തുറന്നിട്ട് നല്ലോണമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഈ ഒരു ചിക്കൻ ഒന്ന് വേവിക്കാനായിട്ട്. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനൊക്കെയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു ചിക്കൻ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. പിന്നെ ഈ ഒരു ചിക്കൻ നമ്മൾ വേവിച്ചിട്ടെടുക്കുമ്പോൾ ചിക്കൻ ഒരുപാട് ഇങ്ങനെ വെന്തിട്ട് ഇങ്ങനെ ഉടഞ്ഞു പോകാണ്ടൊക്കെ നോക്കണം കേട്ടോ. ഇതിൽ നമ്മൾ റൈസൊക്കെ ചേർത്തിട്ട് വേവിക്കേണ്ടതാണ്. അപ്പോൾ റൈസൊക്കെ ഇട്ട് വേവിച്ചെടുക്കുമ്പോഴേക്കും ഈ ഒരു ചിക്കനൊക്കെ നല്ലോണം തന്നെ വെന്ത് ഉടഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിലത്തെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. അരി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 കപ്പ് റൈസല്ലേ എടുത്തത്. അപ്പോൾ 4 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. പച്ചവെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ ഈ ഒരു ചൂടുവെള്ളമൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തിട്ട് പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് കൂടെ ഇളക്കിയിട്ട് കൊടുത്തിട്ട് കൂടെ വേണം ഇതൊന്ന് വേവിക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്തിട്ടൊക്കെ വരും കേട്ടോ. നമ്മളിത് കുതിർത്ത് വെച്ചിട്ടുള്ള അരിയല്ല, പെട്ടെന്ന് തന്നെ വെന്തിട്ടൊക്കെ കിട്ടും.
ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഈ ഒരു റൈസ് ഒന്ന് വേവിച്ചെടുക്കുക. റൈസൊക്കെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുമ്പോഴേക്കും ഇതിലിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻ കറക്റ്റ് പാകത്തിന് തന്നെ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. ഇതിൽ നമ്മൾ റൈസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ചിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങില്ല. ആ ഒരു സമയത്ത് ഏറ്റവും അടുപ്പ് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. എന്നാലാണ് റൈസൊക്കെ കറക്റ്റ് പാകത്തിന് തന്നെ വെന്ത് കിട്ടുള്ളൂ. അതല്ല ഹൈ ഫ്ലെയിമിലൊക്കെയാണ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. പക്ഷേ റൈസ് ഒട്ടും വെന്തിട്ടൊന്നും വരില്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ അതേ കറക്റ്റ് പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസാണിത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല. ഒരു തൈര് സാലഡ് കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്